കൊടകരയിൽ ട്രാഫിക് പരിഷ്കാരം സ്റ്റോപ്പുകൾ മാറ്റി. കൊടകര ടൗണിലും പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് പരിസരത്തും അനുഭവപ്പെടുന്ന കടുത്ത ഗതാഗത കുരുക്കിന് പരിഹാരമായി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു. ജൂൺ 1 ഇന്നു മുതൽ പുതിയ ട്രാഫിക് പരിഷ്കാരം പ്രാബല്യത്തിൽ വരും. തിങ്കളാഴ്ച മുതൽ വെള്ളിക്കുളങ്ങര റോഡിലെ ബസ് സ്റ്റോപ്പുകളുടെ ക്രമീകരണത്തിലാണ് പ്രധാന മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത്. കൊടകരയിൽ നിന്ന് വെള്ളിക്കുളങ്ങര, കോടാലി, ചെമ്പുചിറ, മുപ്ലിയം, വരന്തരപ്പിള്ളി, കനകമല ഭാഗങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന ബസ്സുകൾ നിലവിൽ ബസ് സ്റ്റാൻഡിന് മുന്നിൽ ഇരുവശങ്ങളിലുമായാണ് നിർത്തിയിരുന്നത്. ഒരേ സമയം ഇരുദിശകളിൽ നിന്നും ബസ്സുകൾ എത്തുമ്പോൾ മറ്റു വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയാത്ത വിധം വലിയ കുരുക്കാണ് ഇവിടെ രൂപപ്പെട്ടിരുന്നത്. അടിയന്തരമായി കടന്നുപോകേണ്ട ആംബുലൻസുകൾ വരെ മണിക്കൂറുകളോളം ഈ ബ്ലോക്കിൽ അകപ്പെടുന്നത് പതിവായ സാഹചര്യത്തിലാണ് അധികൃതർ അടിയന്തര നടപടിയിലേക്ക് കടന്നത്. വെള്ളിക്കുളങ്ങരയ്ക്ക് പോകുന്ന ബസ്സും അവിടെ തന്നെ നിർത്തുന്നു, ഇരിഞ്ഞാടിക്ക് പോകുന്ന ബസ്സും അവിടെ തന്നെ നിർത്തുന്നു. അപ്പോൾ ഈ രണ്ട് ബസ്സുകൾ ഒരേ സ്ഥലത്ത് കൊണ്ട് നിർത്തുമ്പോൾ പിന്നെ രണ്ട് വരി ഗതാഗതം അവിടെ ഒട്ടും പ്രായോഗികമല്ല, ബ്ലോക്ക് നിരന്തരമായിട്ട് വരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ട്രാഫിക്കും ഇല്ല നമുക്ക് തീരുമാനം എടുത്തിട്ടുണ്ട്. സാധാരണഗതിയിൽ ആശുപത്രി ബസ് സ്റ്റോപ്പ് കഴിഞ്ഞാൽ പിന്നെ അവിടെയാണ് ബസ് സ്റ്റോപ്പ്. ഇവിടെ ആളുകളെ ഇറക്കി വിടുന്നു എന്നുള്ള സംവിധാനം മാത്രമാണ് ഇവിടെ നിലവിലുണ്ടാകുന്നത്. പക്ഷേ സീറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് യാത്ര ചെയ്യുന്ന ആളുകൾ കയറാനും കൂടി ഇവിടെ വന്ന് നിൽക്കുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ഇറക്കി വിടുന്ന ഒരു മിനിറ്റ് മാത്രമല്ല, തിരിച്ച് കയറുന്നതിനുള്ള സമയം എടുക്കുമ്പോൾ ഇവിടെ ഗതാഗതക്കുണ്ടാകും. അപ്പോൾ തീർച്ചയായും ആർടിഐ കമ്മിറ്റി നമ്മളിപ്പോൾ ഈ സാധനം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തി. അപ്പോൾ ബസ്സിൻ്റെ ആളുകൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഒന്നാണ് ഇറക്കി വിടല്ലേ, ഒരു മിനിറ്റല്ലേ വേണ്ടുന്നത്. പക്ഷേ നമ്മൾ അവരോട് മുന്നോട്ട് വെച്ചൊരു കാര്യം, അവിടെ ബ്ലോക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഒരു ബന്ധുവിനെ, നമ്മുടെ കുടുംബാംഗങ്ങളെ, നമ്മുടെ കൂട്ടുകാരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സമയമാണെങ്കിൽ അപ്പോഴാണ് നമുക്ക് ആ ബ്ലോക്കിൻ്റെ വില അറിയുള്ളൂ. തീർച്ചയായിട്ടും അതുകൊണ്ട് നമ്മൾ കടുത്ത നിലപാടെടുത്തു. ഈ സംവിധാനം ഇരിഞ്ഞാലക്കുടയ്ക്ക് പോകുന്ന സംവിധാനം ഇവിടെ നിർത്തുന്നത് ഒഴിവാക്കും. ദ്വാരക തിയേറ്ററില്ലേ, അതിൻ്റെ ഇപ്പുറത്ത് നമുക്കൊരു സാധാരണ ഇതിൽ വെള്ളവര കഴിഞ്ഞിട്ട് ഒരു 5 അടിയോളം അങ്ങോട്ട് ഫുട്പാത്തിൻ്റെ കാര്യങ്ങൾ ചേർന്നുണ്ട്. അവിടെ കുറച്ച് പെട്ടി വണ്ടികളും കച്ചവട ഇത് മറ്റേ തെരുവര കച്ചവടക്കാരൊക്കെ ഉണ്ട്. ഈ അടുത്ത സൈഡിൽ കാറിൽ പാർക്ക് ചെയ്യുന്നുണ്ട്. എന്തായാലും 1-ാം തീയതി മുതൽ ഇവിടെ ബസ് നിർത്തുന്ന സംവിധാനം നമ്മൾ നിർത്തലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ബസ്സുകാർ പറഞ്ഞു നമ്മൾ അതിനകത്ത് വണ്ടിക്ക് പോയില്ല നോക്കും. എന്തായാലും 1-ാം തീയതി മുതൽ നമ്മൾ ആശുപത്രിയുടെ സ്റ്റോപ്പ് കഴിഞ്ഞാൽ ഇവിടെ ഇറക്കാൻ മാത്രം ഈ ദ്വാരയിൽ ഇപ്പോഴത്തെ പറഞ്ഞ സ്പോട്ട് ഉണ്ട്. ഇവിടെ ആൾ കയറുന്നോട് കുഴപ്പമില്ല. പക്ഷേ അതിന് വേണ്ടി നമ്മൾ ബസ് സ്റ്റോപ്പൊന്നും പണിയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് നമ്മുടെ ഇറക്കുന്ന സംവിധാനം ഇവിടെ നിന്ന് മാറ്റി അവിടെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ നമ്മളിപ്പോൾ ആ സംവിധാനം നമ്മൾ ചെയ്യുമ്പോൾ അടുത്ത കൊല്ലം അവിടെ ഈ സൈഡിൽ പോകുന്ന കാന അത് ആരേപ്പുറത്ത് പച്ചക്കറികളുണ്ട്, അവിടെ ഒരു ക്രോസിങ് ഇവിടുത്തെ ഈ കാന പോകുന്നത്, അവിടെ ക്രോസിൻ്റെ അവിടെ നമ്മൾ അറ്റത്ത് ഒരു 5 അടിയോളം അതായത് മതിലും ഇട്ട് ഈ ഇവിടെ കാനേറ്റി കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ 5 അടിയോളം നമ്മൾ സ്ഥലത്ത് നമ്മൾ 2 സൈഡും സൈഡ് വാൾ കെട്ടി സ്ലാബിട്ട് മൂടി കഴിഞ്ഞാൽ ആ 2 വണ്ടികൾക്ക് ഒരേ സമയം അങ്ങോട്ടും പ്രയാസം ഉണ്ടാകും. അപ്പോൾ അതിനും കൂടി ഗ്രാമപഞ്ചായത്ത് അടുത്ത പദ്ധതി പൈസ വെച്ചിട്ടുണ്ട്. അവിടെ ബസ് ഇറങ്ങുന്നവർക്ക് സ്കൂളിലേക്ക് പോകുന്നവർക്ക് അങ്ങനെ പോകാം, 2 ബസ് വിളിക്കണമെങ്കിൽ ഇതിലേക്ക് പോകാം, അല്ലെങ്കിൽ ഇതിൽ പോകാം. ഈ 2 ബസ്സും കൂടി ഒരേ സമയത്ത് നിർത്തിയോടൊപ്പം എന്തായാലും ബസ് അസോസിയേഷൻ്റെ ആളുകളോട് വിവരം പറയാൻ നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. 1-ാം തീയതി മുതൽ സ്കൂൾ ബസ്സും മറ്റു ഭയങ്കര തിരക്കുണ്ടാവും. അപ്പോൾ അങ്ങോട്ട് പോകുന്ന സംവിധാനങ്ങൾ മാറ്റാനായിട്ട് വെള്ളിക്കുളങ്ങര ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകൾ ഇനി മുതൽ പഴയ ദ്വാരക ജംഗ്ഷൻ പരിസരത്ത് നിർത്തി മാത്രമേ യാത്രക്കാരെ കയറ്റാനും ഇറക്കാനും പാടുള്ളൂ. ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്റ്റോപ്പില്ല. ആളൂർ, ഇരിങ്ങാലക്കുട ഭാഗങ്ങളിലേക്ക് പോകുന്ന യാത്രക്കാർക്കായി ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഇനി മുതൽ സ്റ്റോപ്പ് ഉണ്ടായിരിക്കുന്നതല്ല. ദ്വാരക ജംഗ്ഷൻ കഴിഞ്ഞാൽ ബസ്സുകൾക്ക് അടുത്ത സ്റ്റോപ്പ് മേൽപ്പാലം ജംഗ്ഷനിലാണ് അനുവദിച്ചിട്ടുള്ളത്. വെള്ളിക്കുളങ്ങര റോഡിലെ ഗതാഗത കുരുക്ക് പൂർണ്ണമായി പരിഹരിക്കാൻ ലക്ഷ്യമിട്ടാണ് പുതിയ ട്രാഫിക് പരിഷ്കാരം നടപ്പിലാക്കുന്നത്. നാടിന്റെ നന്മയ്ക്കായി കൈക്കൊണ്ട ഈ തീരുമാനത്തോട് എല്ലാ വിഭാഗം ജനങ്ങളും വാഹന ജീവനക്കാരും പൂർണ്ണമായി സഹകരിക്കണമെന്ന് കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി അഭ്യർത്ഥിച്ചു.